എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു പായസം റെസിപ്പിയാണ് കടലപ്രഥമൻ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു 300 ഗ്രാം ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട്. ശർക്കര ചേർക്കുന്ന പായസങ്ങളിലൊക്കെ ഞാൻ മറയൂർ ശർക്കരയാണ് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ ഇവിടെയും അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്തല്ല പാനിയാക്കുന്നത്, വളരെ കുറച്ച് മാത്രം വെള്ളം ഉപയോഗിച്ച് പാനിയാക്കി എടുക്കുന്നു. ഇനി തയ്യാറാക്കേണ്ടത് കടലപ്പരിപ്പാണ്. ഇതിനു വേണ്ടി ഞാനൊരു കുക്കറാണ് ഉപയോഗിക്കുന്നത്. ഒരു കുക്കറിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായ ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ കടലപ്പരിപ്പ് കുതിർത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മളൊരു 3-4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. 2 വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കുക്കറിൽ തന്നെ പ്രഷറോട് കൂടി അത് വെച്ചിരുന്നാൽ മതി. ഒരുവിധം കുക്കാവും. വീണ്ടും ഒരു 2 വിസിലും കൂടെ ചെയ്യേണ്ടി വരും. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഉടഞ്ഞു വരുന്ന രീതിയിലാണ് ഇത് വെന്ത് വരേണ്ടത്. ഓവർ കുക്കായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് ആവശ്യത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊരു തവി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ തരികളോട് കൂടിയാണ് പായസം തയ്യാറാക്കുന്നത്. ഒട്ടും തരികളോട് പായസം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ 2 രീതിയിലും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ഈ ഒരു പരുവത്തിൽ നമ്മൾ തയ്യാറാക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തരികളോട് കൂടി തയ്യാറാക്കുന്നത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഈ പായസം ഉരുളിയിലാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഉരുളി ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ചധികം തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് കോരി മാറ്റാം. കടലപ്പരിപ്പ് തയ്യാറാക്കുമ്പോൾ തീർച്ചയായും തേങ്ങാക്കൊത്ത് ചേർക്കാൻ മറക്കരുത്. തേങ്ങാക്കൊത്ത് അതിൽ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നെയ്യിലൊക്കെ മൂത്ത് കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. ഇതൊന്ന് കോരി മാറ്റിയ ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതുപോലെ തന്നെ നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വറുത്ത് മാറ്റി വെച്ച ശേഷം ഇതേ ഓട്ടുരുളയിൽ തന്നെ നേരത്തെ തയ്യാറാക്കി അരിച്ചു വെച്ചിരുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കരപ്പാനി ഒരു മീഡിയം തീയിലിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റി ഒന്ന് കുറുകി വന്ന ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ്, വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിനാണ് കടലപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതലൊരു പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു കുറുക്കിൻ്റെ പോലെ ആയിപ്പോവും. ഇങ്ങനെ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനും കിട്ടും. തേങ്ങയും ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി കുറച്ച് നേരം ഈ ശർക്കര പാനിയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഈ മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം ഈ കടലപ്പരിപ്പിലേക്ക്. ഈ ഒരു സ്റ്റേജിൽ കുറച്ച് മീഡിയം ആക്കണം ഫ്ലെയിം. എന്നിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ഇതൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വഴണ്ട് കിട്ടുന്നതിന്.
തീ ഒരുപാട് കൂട്ടി വെച്ച് പെട്ടെന്ന് വറ്റിച്ചെടുക്കണ്ട. അടപ്രഥമനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതും ചെയ്താൽ മതിയാകും. ഇതൊന്ന് കുറുകി വന്ന ശേഷം ഞാൻ വീണ്ടും ഒരു 2 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ശർക്കര പാനിയിൽ പിന്നെ കടലപ്പരിപ്പിന് വേവൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും, അത്രേ ഉള്ളൂ. ശർക്കര എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഡാർക്ക് കളറുള്ള ശർക്കരയാണെങ്കിൽ കാണാനും ഒരു ഭംഗിയായിരിക്കും. മറയൂർ ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ അധികം വേസ്റ്റ് ഒന്നും അതിലുണ്ടാവാറില്ല. നല്ല ശർക്കരയാണ്. മറയൂർ ശർക്കരയുടെ തന്നെ കുറേയധികം വെറൈറ്റീസ് വാങ്ങാൻ കിട്ടും. ഞാനിതിൽ മറയൂർ ഗോൾഡ് ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് തേങ്ങാപ്പാൽ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഇതിൽ 2ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുറുകി വന്ന ശേഷം ഏകദേശം ഒരു 400 ml രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. 2ാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു 50 ഗ്രാം ചവ്വരി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമുക്ക് ചവ്വരി കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ചവ്വരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു അളവിൽ ചേർത്താൽ മതിയാകും. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ചുക്കുപൊടിയാണ്. ചുക്കുപൊടി ഒന്ന് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഇതെല്ലാം ചേരുമ്പോഴാണ് ഈ കടല പായസത്തിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം ചേർത്ത് ഒരു 3-4 മിനിറ്റ് കൂടി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഈ പായസങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ഓട്ടുരുളി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം. അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഇതിൽ ഓട്ടുരുളി ചൂട് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ആ ചൂട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിലെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നതൊക്കെ എളുപ്പമാണ്. ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അമൂലിൻ്റെ മിഠായി മേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതുകൂടെ ചേർക്കുമ്പോഴത്തേക്കും പായസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാനിതിലൊരു 2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പായസത്തിൻ്റെ ഒരു നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പശുവിൻ പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാകും. ഞാൻ ഇതിലൊരു ഗ്ലാസ് പശുവിൻ പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തീ ഒന്നും ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി ഇറക്കിയാൽ മതിയാകും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് കുറുകിയിരിക്കും. ഇനി ഇതിലേക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് വാങ്ങി വയ്ക്കുകയാണ്. ഇതൊരു 15 മിനിറ്റിന് ശേഷം എങ്ങനെയാണെന്ന് കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ചൂടാറിയ ശേഷം ഈ പായസം എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്.
ഈ പായസം കണ്ടിട്ട് എല്ലാവർക്കും ഒന്ന് കഴിച്ചു നോക്കാൻ തോന്നുന്നില്ലേ? നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്